ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ കപ്പ തേങ്ങാരച്ച കറിയാണ്. ഉച്ചയ്ക്ക് ഊണിനൊപ്പം വിളമ്പാനും രാവിലെ പ്രഭാത ഭക്ഷണങ്ങൾക്കൊപ്പം വിളമ്പാനും സൂപ്പർ കറിയാണ്. ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് 1 കിലോ അളവിലുള്ള കപ്പ ഒന്ന് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം. കപ്പ തിളച്ചു കഴിഞ്ഞാൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഉപ്പ് ചേർത്ത് കപ്പ വേവിച്ചെടുക്കാം. കപ്പയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ടു. കപ്പ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പൊന്ന് തയ്യാറാക്കണം. ഇതിനായിട്ടൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അരമുറി നാളികേരം തിരുമിയതും 1 ടീസ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടിയും 5 പച്ചമുളകും 1/2 ടീസ്പൂൺ അളവിലെ നല്ല ജീരകവും എരിവിനാവശ്യമായ പച്ചമുളകും 5 അല്ലി കൊച്ചുള്ളിയും 2-3 വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ല വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇനി വെന്ത് വന്നിട്ടുള്ള കപ്പ കഷ്ണങ്ങളിലേക്ക് അരപ്പും ചാറിന് ആവശ്യമായ വെള്ളം കൂടി ചേർത്താൽ നല്ലതുപോലെ ഇളക്കി കറി ഒന്ന് ചൂടാക്കിയെടുക്കാം. തിളപ്പിക്കാതെ കറി ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കണം. ഇതിനായിട്ടൊരു താളിപ്പ് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയും കടുകും വറ്റൽ മുളകും കറിവേപ്പിലയും ഇവയെല്ലാം മൂത്ത് കഴിഞ്ഞാൽ 2-3 കൊച്ചുള്ളിയും കൂടി ചേർത്ത് നല്ലവണ്ണം മൂത്ത് വരുമ്പോഴേക്കും തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്തൊന്ന് മൂടി വെച്ച് കറി തണുത്ത് കഴിഞ്ഞാൽ ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കപ്പ തേങ്ങാരച്ച കറി ഇവിടെ റെഡിയാണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് വീടുകളിൽ തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ.